ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ ചില്ലി സോസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഗ്രീൻ ചില്ലി സോസ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 30 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ മുളകിൻ്റെ ഞെട്ടൊക്കെ മാറ്റി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി മുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുളക് ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ജീരകം ചേർക്കും. പിന്നെ ഒരു 10 വെളുത്തുള്ളി അല്ലിയും ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചേർക്കാം. ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി മുളക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് മുളക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചു വെച്ച പേസ്റ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം 1/2 കപ്പ് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ഇതേ പാകത്തിനാണ് കിട്ടേണ്ടത്. അതായത് സ്പൂണിൽ നിന്നും കുറേശ്ശെ വീഴുന്ന രീതിയിൽ വേണം കിട്ടണം. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ വീട്ടിൽ അധികമായിട്ട് വരുന്ന പച്ചമുളക് ഉപയോഗിച്ച് ഇതേപോലെ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡിപ്പ് ചെയ്ത് കഴിക്കാനും അതേപോലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.